ഞങ്ങളിപ്പോൾ ഉള്ളത് അസർബൈജാനില് കറബാഖ് റീജിയനില് ലാച്ചിൻ എന്ന ഒരു സ്ഥലത്താണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ മലയാളികൾ ആരെങ്കിലും ഇവിടെ നേരത്തെ എത്തിപ്പെട്ടുണ്ടെന്ന് അറിയാൻ അറിയില്ല. കാരണം ഈ പ്രദേശം അസർബൈജാന്റെ ഈ പ്രദേശം അർമേനിയയുടെ കയ്യിലായിരുന്നു, അർമേനിയയുടെ അണ്ടറിലായിരുന്നു. 2020 അവരുടെ പിന്നെ ആ ഒരു കരാർ അനുസരിച്ചിട്ട് ഈ പ്രദേശങ്ങൾ അസർബൈജാനിലേക്ക് കൊടുത്തതാണ്. ഇപ്പോൾ അസർബൈജാൻ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ ഈ പ്രദേശത്ത്. പക്ഷേ ഞങ്ങൾ ഇത് 3ാമത്തെ തവണയാണ് അസർബൈജാനിൽ വരുന്നത്. ഞങ്ങളുടെ അടുത്ത സുഹൃത്ത് ഫുവാദ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ കാണാനാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞങ്ങൾ 3ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾ കണ്ടതിൽ അനുഭവിച്ചതിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് കറബാഖിലെ ഈ ലാച്ചിൻ എന്നുള്ളത്. ഇവിടെ മാത്രമേ ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വരാൻ കഴിയുള്ളൂ. വരണമെങ്കിൽ തന്നെ ഒരുപാട് പെർമിറ്റുകളും പിന്നെ പ്രത്യേക പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുള്ളൂ. എന്തായാലും നിങ്ങളെല്ലാവരും വരണം, വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അസർബൈജാനിലെ മറ്റു പ്രദേശം പോലെയല്ല, ടോട്ടലി ഡിഫറെന്റ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. വളരെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും. ടെമ്പറേച്ചർ 23 ഡിഗ്രിയാണ്. നല്ല തണുപ്പായിരുന്നു. പിന്നെ സമ്മറിൽ പോലെ AC ഉപയോഗിക്കുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നാലും നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട വളരെ സ്പെഷ്യലായിട്ടുള്ള സ്ഥലമാണ് അസർബൈജാനിലെ കറബാഖിൽ ലാച്ചിൻ എന്ന് പറയുന്ന സ്ഥലം. അതിന് ഫുവാദ് നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അദ്ദേഹത്തിന് നല്ല കോൺടാക്ട്സ് ഉണ്ട്. നിങ്ങളൊന്ന് താമസിച്ചൊരു പ്രൈവറ്റ് വില്ലയിലാണ്. അങ്ങനെയുള്ള ഒരുപാട് കോൺടാക്ട്സും കണക്ഷൻസൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സപ്പോർട്ട് ചെയ്യും. വളരെ ക്വാളിറ്റിയോട് കൂടി വളരെ റെസ്പോൺസിബിൾ ആയിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യും. നിങ്ങളെല്ലാവരും കോൺടാക്ട് ചെയ്യണം, കഴിയുന്നവരും ഇങ്ങോട്ട് വരണം. വേറെ രസകരമായ സംഭവം ഉള്ളത്, ഫുവാദ് തന്നെ ആദ്യമായിട്ടാണ് പിന്നെ അസർബൈജാനെയാണ്, എന്നാലായിട്ട് കൂടി അദ്ദേഹവും ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് വരുന്നത്. റിയലി ഒരു അഡ്വഞ്ചർ ആയിരുന്നു. പക്ഷേ only thing we all have to take permission, special permission from the authority. For that Fuad will help you. All are welcome to Karbakh Lashin.